കോളറയുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്. അന്ന് ശുചിത്വമില്ലായ്മ കോഴിക്കോടിനെ മരണഭൂമിയാക്കി. ഇന്ന് നഗരത്തിലും ബീച്ചിലും മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ നാം വീണ്ടും അതേ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു. കോഴിക്കോടിന്റെ തീരദേശങ്ങളായ മുഖദാർ, നൈനാംവളപ്പ്, പള്ളിക്കണ്ടി എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കണ്ണംപറമ്പ് ശ്മശാനം. വർഷം 1858. കോഴിക്കോട് നഗരം കോളറ എന്ന മഹാമാരിക്ക് മുന്നിൽ പകച്ചുനിന്ന കാലം. നടപ്പുദീനം എന്ന് വിളിക്കപ്പെട്ട ഈ വ്യാധി വിതച്ച മരണം നഗരത്തെ ഭീതിയിലാഴ്ത്തി. പള്ളികളിലെ ശ്മശാനങ്ങളിൽ ഇടമില്ലാതായതോടെ മൃതദേഹങ്ങൾ ഖബറടക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറി. ഈ സാഹചര്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും രോഗം വീണ്ടും പടരുമെന്നും ഭയന്ന സർക്കാർ ഒരു കേന്ദ്രീകൃത മുസ്ലിം ശ്മശാനഭൂമി കണ്ടെത്താൻ മലബാർ മാജിസ്ട്രേറ്റ് റോബിൻസണിന് നിർദ്ദേശം നൽകി. 1890 മുതൽ 91 കാലഘട്ടത്തിൽ കോളറ വീണ്ടും ശക്തമായതോടെ മരണം വർദ്ധിക്കുകയും ഖബറടക്കം വലിയ പ്രതിസന്ധിയാവുകയും ചെയ്തു. 1900 ഫെബ്രുവരി 28 കണ്ണംപറമ്പിൽ സർക്കാർ സംരക്ഷണയിലുള്ള ശ്മശാനം ഔദ്യോഗികമായി പ്രവർത്തനമാരംഭിച്ചു. കോളറ മുതൽ നിപയും കോവിഡും വരെയുള്ള പ്രതിസന്ധികളിൽ ഉറ്റവർ കൈവിട്ടവരെ പോലും ഈ മണ്ണ് വിവേചനമില്ലാതെ സ്വീകരിച്ചു.